തല തോർത്തിക്കോളൂ, ജലദോഷം വരണ്ട. എന്തോ കുഴപ്പമുണ്ട്. സെക്യൂരിറ്റിയിൽ എന്തോ പിഴവ് പറ്റിയെന്ന് തോന്നുന്നു. വല്ലഭന് പുല്ലുവായുധമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ചവിട്ടി തുറക്കടാ. എന്റെ കയ്യിൽ പുല്ലില്ലല്ലോ. എടാ ഒലക്കോണ്ടി ചവിട്ടി തുറക്കടാ പുല്ലേ. ഓക്കേ. കാണുന്നില്ലല്ലോ. ഇവനീ മുണ്ടൂരിട്ടെങ്ങാട് പോയി. ക്ലോസറ്റിൽ കാണാനില്ല. കാലടങ്ങടാ. അയ്യോ ഇവന് താടിയുണ്ട്. ഇവൻ ദിനേശനല്ല. ആരാ നീ? അറബി പറയുന്നത് ബില്ലാദനാ. ഞാൻ ദിനേശനാ. നീ എന്തിനാണ് അകത്തൊക്കെ തലയിട്ട്? തല മാത്രം അപ്പുറത്ത് കഴുകാന്ന് കരുതി. അതിന് ഹെൽമെറ്റ് എന്തിനാ? ഹെൽമെറ്റ് അല്ല, ഇത് ബക്കറ്റാ. വല്ലഭാ ചെക്ക് ചെയ്യടാ. ആ ക്ലോസറ്റ് കൂടി ചെക്ക് ചെയ്യടാ. ആ ക്ലോസറ്റും ചെമ്പും മഗ്ഗും സോപ്പ് പെട്ടിയും എല്ലാം ചെക്ക് ചെയ്യും. ആഹാ എടാ വല്ലഭ ഇങ്ങോട്ട് ഇറങ്ങടാ. എടാ ഇങ്ങോട്ട് ഇറങ്ങടാ. എടാ തല തമിഴ്നാട്ടിൽ കിടക്കും. എടാ ആ സൂക്ഷിച്ചിറങ്ങി. അയ്യോ വല്ലഭനവിടെ പോയി. കൊല്ലക്ക വല്ലഭനവിടെ പോയി. ഈ വല്ലഭൻ അങ്ങോട്ട് പോയി. വല്ലഭാ വല്ലഭാ. ചേട്ടാ ഒരു ചായ. സാറ് സമയത്രേ? പാവം കണ്ട പൊട്ടനാന്ന് പറയേയില്ല. ദൈവമേ, ഇവൻ പൊട്ടനല്ല പ്രാന്തനാ. എങ്ങാട് പോയി? അവന്മാരെ തല്ലി കൊല്ലുകയാണ് അവനെ. എന്താ നമ്മളിപ്പോ ചെയ്യേണ്ടത്? അരമണിക്കൂർ നേരത്തേക്ക് വാസുവേട്ടന് അഹിംസ ഒന്ന് മാറ്റിവെക്ക്. ആനമുടിയെയും കട്ടപ്പനയും വിറപ്പിച്ച പഴയ വടിവാൾ വാസുവിന്റെ രൂപം ഒരിക്കൽ കൂടി പുറത്തെടുക്ക്. എന്നിട്ട് നമ്മുടെ ചങ്ങാതിയെ തല്ലിക്കൊല്ലുന്ന ചെകുത്താന്മാരെ ഭീമസേനൻ ബഹനെ പപ്പടം പൊടിച്ച പോലെ പൊടിച്ചിറക്കി കേട്ടാ. അവിടെ ഇരുന്ന് കൊണ്ടുവന്നിട്ടുണ്ട് മുതലി. ഇനിയിപ്പോ ഒന്നും ചെയ്യണമെന്നില്ല. ഒരു ചെറിയ കുഴി കുഴിച്ച് അതിലിട്ട് മൂടിയാ മതി.
ഇവന്റെ ജീവനാണല്ലോ നിനക്കൊക്കെ വേണ്ടത്. അതിനുവേണ്ടി എന്തെല്ലാം നാടകമായിരുന്നു. ഇവന്റെ ജീവൻ അപകടത്തിലാണ്, ഇവനെ കൊല്ലാൻ ആരൊക്കെ വരുന്നു, ഒക്കെ നിങ്ങളുടെ കളിയാണെന്ന് മനസ്സിലാക്കാൻ പറ്റാത്ത വിഡ്ഢികളും ഞങ്ങള്. ഒരു പെണ്ണായി പോയത് നിന്റെ ഭാഗ്യം. നീ ആരാടി? പാറായുടെ മോളാ. പാവപ്പെട്ട ഒരു ചെറുപ്പക്കാരനെ കൂലിത്തല്ലിയാരെ കൊണ്ട് തല്ലി ചതച്ച നീ പെണ്ണല്ല, ഭദ്രകാളിയാ ഭദ്രകാളി. കയ്യിൽ കുറെ കാശുണ്ടെന്ന് കരുതി എന്തോ ആകാന്നാ വിചാരിച്ചത്? ഇവൻ എന്തെങ്കിലും പറ്റിയാലോണ്ടല്ല ഈ വാസുവിനെ നിങ്ങൾക്കൊന്നും അറിയാൻ പാടില്ല. കത്തിച്ചു കളഞ്ഞ എല്ലാത്തിനും. என்னடா அங்க கல்லனை போல பம்மி பம்மி நோக்கற? ഒന്നുമില്ല മാമി. പിന്നെ അത് വന്നേ ഏത് വന്ന് ഞാനല്ല ഏർപ്പാട് ചെയ്തത് എന്നത്തുക്ക് അവനെ അടിക്കാൻ. അന്ത മലയാളത്തന്മാരെ കന്യാകുമാരി ഒരു അടിച്ചു കൊടുക്കണമെന്ന് പറഞ്ഞ് സിംഗനല്ലൂർ മാരിമുത്തൂര് 2500 രൂപ കൊടുത്തത് സുന്ദരി അമ്മതാൻ. ഞാൻ കൂടെ പോയെന്നേ ഉള്ളൂ. അയാം നിരപരാധി. അടിപ്പാവി. ആരുടേത് இந்த லெட்டர்? ആർക്ക് വന്നത് இந்த லெட்டர்? The director, Asha Kendram, Mental Hospital for Children, Palakkad. Mr. Dineshan. ദിനേശന്റെ അനിയത്തി മെന്റൽ ഹോസ്പിറ്റലിലാ. ട്രീറ്റ്മെന്റ് കഴിഞ്ഞ അസുഖം പൂർണ്ണമായി മാറിയ കുട്ടിയാണ്. സാധാരണ ഇത്തരം കേസുകളിൽ റിക്കവറി വളരെ അപൂർവ. എന്നിട്ടും ചികിത്സാ ചെലവ് തന്ന കുട്ടിയെ കൂട്ടിക്കൊണ്ടു പോയില്ലാന്ന് വെച്ചാ ബില്ല് ഞാൻ പേ ചെയ്തോളാം മദർ. അത് മാത്രമല്ല, മനോനില തെറ്റിയ മറ്റു കുട്ടികളുമായുള്ള സഹവാസം അവളെ വീണ്ടും പഴയ അവസ്ഥയിലേക്ക് എത്തിച്ചുകൂടാന്നില്ല. അതിന്ന് പിന്നെ ആ കുട്ടിയെ രക്ഷപ്പെടുത്താൻ കർത്താവിന് മാത്രമേ കഴിയുള്ളൂ. ദേ മായ. ഏട്ടൻ ഉടനെ വരും മായക്കുട്ടി കൂട്ടിക്കൊണ്ടു പോവാൻ. വൈദ്യുതി ലിസ്റ്റ് തന്നിട്ടുണ്ട്. വായിച്ചു. ദൈവമേ, ഇതിലൊന്നും എഴുതിയിട്ടില്ലേ? തിരിച്ചുപിടി. തിരിച്ചുപിടിച്ച അങ്ങനെ ലെറ്റർ വന്നത് മറിച്ചുപിടിയടാ. ഓ ഇങ്ങനെ വായിച്ചോ. സ്ത്രീ വെള്ളം ചേർക്കാത്ത പശുവും പാലിൽ. സ്ത്രീ വെള്ളം ചേർക്കാത്ത പശുവും പാല. സ്ത്രീ വെള്ളം ചേർക്കാത്തതല്ല, സ്ത്രീ. അത് തന്നെയാണ് ഞാൻ പറഞ്ഞ സ്ത്രീ. സ്ത്രീ അല്ല. ഈ ലെറ്റർ എഴുതുമ്പോ അതിനു മുമ്പ് ഇങ്ങനെ എഴുതും ശ്രീന്ന്. ആ സ്ത്രീ. ഓ ശ്രീ. അതെ. വെള്ളം ചേർക്കാത്ത പശുവും പാലിൽ ചെറുമത്സ്യത്തെ ജീവനോടെ ചാലിച്ച് 8 കരിക്കും വെള്ളവും ചേർത്ത് കുറുക്കി ധൂമകേതു ചാലിച്ച് 12 നാൾ തുടർച്ചയായി തടവണം. ധൂമകേതു, കരിക്കും വെള്ളം, പശുവും പാൽ, ജീവനുള്ള മീൻ, ഇതൊക്കെ എവിടെ നിന്ന് ഉണ്ടാക്കാനാടാ? എവിടെ നിന്നാണോ അവൻ അടി കിട്ടിയത് അവിടെ നിന്ന് തന്നെ സംഘടിപ്പിക്കും. എടാ ഭയങ്കരന്മാരെ, കേരളത്തിൽ നിന്ന് ചൂണ്ടയിട്ടിട്ട് തമിഴ്നാട്ടിൽ നിന്ന് മീൻ പിടിക്കണ്. പിടിച്ചു. വേദനിപ്പിക്കരുത്. അഹിംസ. ഒരു ചണ്ണാക്കിലേക്ക് തള്ളുമ്പോ അഹിംസ ഒന്നുമില്ലല്ലോ. അപ്പൊ ജീവനില്ലല്ലോ. ഓ പിടി പിടി പിടി. അപ്പൊ മീൻ റെഡി. ഇനി സുഭാഷിണി, ഒരു മരുന്നിനാ വെള്ളം ചേർക്കാത്ത പാല് വേണം, അതുകൊണ്ടാ. ഇല്ലെങ്കിൽ ഞാൻ മിൽമേന്ന് വാങ്ങിച്ചേനെ. പശുവിന് പകരം നീ കാളയിൽ ഫിറ്റ് ചെയ്താടാ. വലിച്ചിട്ട് കിട്ടാത്തോണ്ട് പറഞ്ഞ ആഞ്ഞു വലി. കണ്ടാ, തമിഴ്നാട്ടിൽ നിന്ന് പാല് കേരളത്തിലേക്ക് ഒഴുകണ കണ്ടാ. കുറച്ച് പച്ചവെള്ളം ഒഴിച്ച് കേരള പാലാക്കട്ടെ. വേണ്ട വേണ്ട, തനിപ്പാലാ വേണ്ടത്. പിടിച്ച ഗ്ലാസ്. സുഭാഷിണി കുടിക്ക്. എപ്പോഴും ആ ഒരു ഓർമ്മയുള്ളൂ. அப்படியா சமாச்சாரம்? இருங்கடா வர்றேன். തീർന്നോ? ഒന്ന് വലിച്ച നീ ആഞ്ഞു വലി. വലി വലിച്ചു കുടിച്ചോടാ.
എന്താ ഒരു കളർ വ്യത്യാസം? ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയേ. ആ മതി. ടേസ്റ്റ് ചെയ്തേ. കട്ടൻ ചായ കടുപ്പം കുറച്ച് കൂടുതല. എനിക്ക് പാലൊഴിച്ച് കുടിക്കുന്ന ഇഷ്ടം. കൂട്ടുകുഴമ്പ്, മീൻ പാലിട്ട് കരിക്കുമ്പോൾ ധൂമക ഇതൊക്കെ റെഡി. തൂങ്ങിച്ചാകാനുള്ള കയറും റെഡി. തൂങ്ങിച്ചാവാനാ? അല്ല ചവിട്ടി തിരിമാനുള്ള കയറും റെഡി. ഇനിയിപ്പോ നീ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കിടന്നാ. ഞാൻ എന്തിനാ അഡ്ജസ്റ്റ് ചെയ്ത് കിടക്കണത്? അവനല്ലേ അഡ്ജസ്റ്റ് ചെയ്ത് കിടക്കേണ്ടത്. ഓ അവനാണല്ലോ അല്ലേ. അവനെവിടെ? ദിനേശാ എങ്ങാട് പോയി? ദിനേശാ. വാസുവേട്ടാ എന്താടാ? ഒന്ന് നുള്ളിക്കേ. മുള്ളാനാ? മുള്ളാനല്ല, എന്നെ ഒന്ന് നുള്ളിക്കേന്ന്. എന്തിനാടാ? ഞാൻ സ്വപ്നം കാണുകയാണോന്ന് അറിയാനാ. നിന്നോട് ആരാടാ ഇപ്പൊ സ്വപ്നം കാണാൻ പറഞ്ഞത്? പ്ലീസ് വാസുവേട്ടാ ഒന്ന് നുള്ളിക്കേ. ശരി, നുള്ളി ഉണർത്തുന്നതിനേക്കാൾ നല്ലത് തലക്കിട്ടൊന്ന് തരുന്നതാ. സ്വപ്നല്ല വാസുവേട്ടാ, സത്യമാ സത്യം. സംശയമാണെങ്കിൽ വാസുവേട്ടൻ നോക്കിയേ. വല്ലഭ, എനിക്കുമൊരു സംശയം. സ്വപ്നാണോന്നല്ലേ? അതെ. അതിനെന്തിനാ സംശയിക്കുന്നത്? സംശയം ഞാൻ ഇപ്പൊ തീർത്തു തരാം. വല്ലഭ, എന്തോ സംശയം തീർന്നു. ആ എന്താടാ കേരളവും തമിഴ്നാടും തമ്മിലൊരു ലയനം? ഏതായാലും അടി കൊടുത്തവന്മാർ സമ്മതിക്കണം. ഇപ്പൊ രണ്ടു കാലം മുമ്പോട്ട് മടക്കാം പുറകോട്ട് മടക്കാം. രാവിലെ അവന്മാര് കുഴമ്പും മരുന്നൊക്കെ ശരിയാക്കണ കണ്ട് യാതൊരു കാര്യമില്ല. മിക്കവാറും നമ്മളവിടെ ചെല്ലുമ്പോ മൂക്കി പഞ്ഞിയും വെച്ച് കിടപ്പുണ്ടാവും. അപ്പൊ സഭ അയക്കുന്നത് ആംബുലൻസ് ഏർപ്പാട് ചെയ്യണല്ലേ? ഏത് ആംബുലൻസ്? എങ്കാവത് കുഴിച്ചിട്ടാ പോതും. വെറുതെ കാശ് കളഞ്ഞെന്തിനാ? ഞാൻ തേവർ സാറിന്റെ സ്പൈ ആണെന്നുള്ള കാര്യം അവന്മാർക്ക് ഇതൊരു പിടുത്തം കിട്ടിയിട്ടില്ല. ഈ സിലകളിലോടുന്ന വ്യാജ ചരയമാണ് എന്റെ മരണം വരെ. എന്താ ഇവിടെ നിന്ന് കളഞ്ഞു? എവിടെയോ ഒരു തകരാറ് പറ്റിയിട്ട്. ഇതാ കാട്ടുന്നത്. നീ എന്നെ കൂട്ടിട്ട് ഇപ്പൊ ബാണ്ട് കെട്ടി എല്ലായിടത്തും നീ ഇങ്ങനെ പുറപ്പെട്. ഇല്ലെങ്കിൽ നിന്റെ സൗമാരിക്ക് ഇവിടെ കുഴിച്ചുപെടേണ്ടി വരിക. കഥ മാറിയോ? അല്ല അതിപ്പോ ഇവിടെ അല്ല അവിടെ അങ്ങനെ മടിയെടുക്കുന്നുണ്ട്. എന്നാലും നീ ഇതെങ്ങനെ ഇണക്കി എടുത്തടാ? ഇതൊക്കെ അവിടെ പുതിയ നമ്പർ അല്ലടാ. ഞാൻ ആ കിണറ്റിങ്കരയിലെ പണ്ടാര പാണ്ടി പശുവിന്റെ ചാണകത്തിൽ ചവിട്ടി വീഴാൻ പോയതാ. അപ്പൊ അവള് കയറി പിടിച്ചു. ആണോ? അപ്പൊ താങ്ക്സ് പറയണ്ട പശുവിനാ. താങ്ക്സ് ഡാ. അവസാനം നീ എന്റെ വഴിയിൽ വന്നു. അഹിംസ, സ്നേഹം. ഞാനെങ്ങാനെ കിണറ്റി വീണ് ചത്തിരുന്നെങ്കിൽ അവൾക്ക് പന്ത് കെട്ടി കളിക്കാൻ ഞാനില്ലാതെ പോകുമല്ലോ. എടാ കഴുതേ, നിനക്ക് പെണ്ണുങ്ങളുടെ പക്ഷിശാസ്ത്രം അറിയാഞ്ഞിട്ടാ? സുവോളജി, മനഃശാസ്ത്രം. എന്ത് പണ്ടാരെങ്കിലും ആവട്ടെ, ആ കുട്ടിയുടെ മുഖം കണ്ടാൽ അറിയാം നിന്നെ അവക്ക് ഇഷ്ടമാണെന്ന്. നിന്റെ കയ്യും കാലും തല്ലി ഒടിച്ച് കിടക്കുന്നത് കണ്ടപ്പോഴാണ് ആ പെൺകുട്ടിക്ക് മനമാറ്റം വന്നത്. ആ സെന്റിമെന്റ്സ് നമ്മൾ മുതലെടുക്കണം. അതാണ് ബുദ്ധി. അതിനെന്റെ കാലിന് കുഴപ്പമൊന്നുമില്ലല്ലോ. ഞാൻ ചുമ്മാ അവളെ പറ്റിച്ചതല്ലേ. പക്ഷെ അതിലവള് വീണില്ലേ? അതുകൊണ്ട് ഇനി പ്രശ്നങ്ങളെല്ലാം പരിഹരിക്കുന്നത് വരെ നീ ഞൊണ്ടിക്കാലം. ഇനി അതിനും നിനക്ക് ബുദ്ധിമുട്ടാണെങ്കിൽ വേറൊരു ഐഡിയ ഉണ്ട്. എന്താണത്? നിന്റെ രണ്ട് കാലം ഞാൻ തല്ലി ഒടിച്ച് നല്ല അസല് ഞൊണ്ടനാക്കി തരാം. എന്നാ ബെസ്റ്റ്. വേണ്ട, കാര്യം നടക്കാൻ ഞാൻ ഞൊണ്ടണം. അത്രയല്ലേ ഉള്ളൂ. എങ്ങനെയുണ്ട്? നന്നായിട്ടുണ്ട്. പക്ഷെ നേരത്തെ വന്നപ്പോ വലത്തേക്കാലം, ഇപ്പൊ വന്നപ്പോ ഇടത്തേക്കാലായി പോയി. ഒന്ന് കാണിച്ചു കൊടുറാ. കണ്ടുപിടിച്ചു. എങ്ങനെയുണ്ട്? നീ എന്താ കുതിരപ്പുറത്ത് പോണ? അല്ല അത് എടാ നീ നേരത്തെ വന്നില്ലേ? അതുപോലെ അങ്ങ് വന്നാ മതി. ചിലപ്പോ ഞാൻ നേരത്തെ നടന്നു. அனியத்தோட ஹாஸ்பிட்டல் பில்லு நீ கெட்டியாச்சுன்னு தினேஷ் கிட்ட சொல்ல வேண்டியதானே? பாவம், அவனுக்கு கொஞ்சமாவது മനസ്സമാധാനം കിട്ടുമല്ല. ഇല്ല മാമി, അതുകൊണ്ട് മാത്രം അയാളുടെ പ്രശ്നം തീരില്ലല്ലോ. വീടിന്റെ കാര്യം കൂടി ക്ലിയർ ചെയ്തിട്ട് എല്ലാം അറിഞ്ഞാ മതി. എത്രയും പെട്ടെന്ന് വീട് ഒഴിഞ്ഞു തരണം. ഓ, സാധനങ്ങളൊക്കെ വണ്ടി കയറ്റി കഴിഞ്ഞു. ഒരു 5 മിനിറ്റ് ഇതിൽ ഒപ്പിടിച്ച് ഇപ്പൊ വരാം. ഓക്കെ? என்னம்மா இது? இதுல ஒரு சைன் போடணும், அவ்வளவுதான். வாய்ச்சு நோக்காத எப்படி சைன் போடுறது? அதனொக்க டைம் வேஸ்ட் செய்ய வேணாம், நானே சொல்றேன். சொல்லு. நம்ம பவுண்டரியில் உள்ள கேரளா ஹவுஸ் இல்லையா, அவரோட 1.5 ஏக்கரும் பாதி வீடும் நம்ம ஏரியாக்குள்ள ஆயி போச்சுல. நமக்கெல்லாம் தெரிஞ்ச விஷயம் தானே அது. பெரியப்பா பேர்ல தானே அந்த ஸ்தலம் எல்லாம். அதனால நீங்க தான் சைன் போடணும். அது அவருக்கு கொடுக்கலான்னு நான் முடிவு எடுத்துட்டேன்.
என்ன பெரியப்பா உங்களுக்கு சம்மதம் இல்லையா? இல்ல. கொடுக்கலான்னு அன்னைக்கு பெரியப்பா தானே சொன்னது. அது அப்போ. இப்ப கொடுக்க முடியாது. ஏ? விஷம் தந்து உன்னை கொல்லான்னு தெரிஞ்ச அவனு நான் ஸ்தலம் கொடுக்கணுமா? பெரியப்பா விஷம் ஒன்னும் யாரும் எனக்கு கொடுக்கல. ஆக்சுவலி தினேஷன் ரொம்ப இன்னசென்ட். அவருக்கு தான் யாரோ விஷம் கொடுக்க முயற்சி செய்தது. அப்புறம் ஒரு கொலையாளி கூட வந்தாச்சு. அவரு സാർ ഞാൻ പിന്നെ വരാം. எதுக்காக அயல் இங்க வந்தது? பெரியப்பாக்கும் அயலுக்கும் என்ன கனெக்ஷன்? உண்மையை சொல்லு. என்னோட ஒண்ணும் மறைக்க கூடாது. சொல்லு, கேக்குறேன்ல. சொல்லு பெரியப்பா, சொல்லு சொல்லு. சொல்றேன் சொல்றேன். நான் தான் அவனுக்கு விஷம் கொடுக்க ஆள் அயச்சது. நான் தான் அவனை கொலை செய்ய ஆள் அயச்சது. எதுக்குன்னு தெரியணும்ல எனக்கு? தினேஷன் யாருன்னு எனக்கு தெரியாது. ஆனா எனக்கு தெரியும். என்னோட பிரதிகாரம் செய்ய அயலி நாட்டுல வந்தது. அல்லாத அவன் எதுக்காக கொச்சியில இருந்து இங்க வந்தது? எதுக்காக எந்த சம்பந்தம் இல்லாம நம்ம பக்கத்துல அந்த வீட்டுல தங்கினது? கொல்லான். என்ன கொல்லான்? நம்மட குடும்பத்தை நசிப்பிக்க. எனக்கு புரியல. புரியுற மாதிரி நான் சொல்றேன். இது என்ன உனக்கு தெரியுமா? 25 வருஷம் முன்னாடி இந்த வீட்டுல ஒரு பெரிய ஆഘോഷം நடந்தது. என்னோட கல்யாணம். தமிழ்நாடு சீஃப் மினிஸ்டர் உட்பட எல்லா மினிஸ்டர்ஸ் கெஸ்டா வந்திருந்தாங்க. நம்ம குடும்ப மரியாதைக்கு ஏத்தபடி ஒரு பெரிய ஆഘോഷமான கல்யாணம். ஆனா இங்க பார் இந்த மண்டபத்துல யார் இருக்காங்க பார். நான் மட்டும்தான். கல்யாணம் കഴിக்க வேண்டிய பொண்ணு கிடையாது மண்டபத்துல. ஓடிட்டா. முகூர்த்த டைம்ல ஏதோ ஒரு மலையாளி பையன் கூட ஓடிட்டா. நம்ம அந்தஸ்து, கௌரவம் எல்லாமே அன்னைக்கு தொலைஞ்சு போச்சு. அவளுக்கு பொண்ணு 4 நாள் முன்னாடி ஓடலாமே, 2 நாள் முன்னாடி ஓடலாமே. இவ்வளவு கெஸ்ட்களுக்கு முன்னாடி, இந்த ஊர் ஜனங்க முன்னாடி என்ன கல்யாண வேஷத்துல கட்டி நிறுத்திட்டு கல்யாண பொண்ணு வலது கால் வச்சு கறந்த இந்த வீட்டுல அன்னைக்கு எங்க அப்பாவோட டெட் பாடி தான் வந்தது. எனக்கு வந்த துக்கம் எங்க அப்பாவோட ஹிருதயத்துக்கு தாங்க முடியல. எனக்கு இருந்து இந்த ஜென்மத்துல ஒரே ஒரு கல்யாணம் தான். அது அன்னைக்கே முடிஞ்சு போச்சு. 2 வருஷம் முன்பு நான் அவளை மீண்டும் கண்டு கொச்சியில் வச்சு. கடவுள் தான் அவளை என்ன முன்னில் கொண்டு நிறுத்தியது. എന്താ പ്രശ്നം? പ്രശ്നമൊന്നുമില്ല സാർ, ഒരു നിസ്സാര കാര്യമുള്ളൂ. നിസ്സാര പ്രശ്നമൊന്നുമല്ല സാർ. ഞങ്ങൾ കുറെ നാളായി മഹേന്ദ്രൻ തേടിയിറക്കാൻ തുടങ്ങിയിട്ട്. കമ്പി, മണല്, സിമന്റ്, ഇഷ്ടിക, മെറ്റലുകളൊക്കെ വാങ്ങിയ ഇനത്തില് ലക്ഷക്കണക്കിന് രൂപയാ സാറേ ഞങ്ങൾക്ക് ഇയാൾ തരാനുള്ളത്. നാളെ തരാം, മറ്റന്നാൾ തരാം, അടുത്ത ആഴ്ച തരാം എന്നൊക്കെ കുറെ അവധിയായിട്ടും മടുത്തു. പോലീസിൽ പരാതി കൊടുത്തപ്പോ ഇയാൾ മുങ്ങി. ഒടുവിൽ ഞങ്ങളുടെ ബിസിനസിനെ ബാധിക്കുന്നതായപ്പോഴാ ഞങ്ങൾ തന്നെ ഇയാളെ തേടിയിറങ്ങിയത്. ഇപ്പോഴാ സാറേ ആളെ ഒന്ന് കൈ കിട്ടിയത്. സാർ, ആറ്റുവ പാലം പണിക്കാ ക്രെഡിറ്റിൽ ഈ സാധനങ്ങൾ മുഴുവൻ വാങ്ങിയത്. സർക്കാരിൽ നിന്ന് ബില്ലൊന്ന് മാറിക്കിട്ടിയ കൊടുക്കാനുള്ളത് പലിശ സഹിതം ഞാൻ കൊടുത്തു തീർക്കാം. ബില്ല് മാറുന്നവരെ ഞങ്ങൾ കടയടച്ച് വീട്ടിൽ പോയി കുത്തിയിരുന്നോളാം. എന്റെ പൊന്ന് സാറേ, ഇതുപോലുള്ള അവധി പറച്ചിൽ കുറെ കേട്ടതാ. ഇനി അത് പറ്റില്ല. 18-ാം തീയതി ഉറപ്പാണല്ലോ? തീർച്ചയായും. അന്നുച്ചയ്ക്ക് 12 മണിക്ക് മുമ്പ് എല്ലാവരുടെയും കണക്ക് തീർക്കാം സാർ. എന്നാലും ഒരു ദിവസം കൂടി നമ്മൾ മഹേന്ദ്രന് കൊടുക്കുന്നു. 19-ാം തീയതി ഇയാളെല്ലാം ക്ലിയർ ചെയ്യും. പാപ്പച്ചൻ എന്ത് പറയുന്നു? സാറിന് ഉറപ്പുണ്ടെങ്കിൽ പിന്നെ ഓക്കെ.
താങ്ക് യു സർ. താങ്ക് യു വെരി മച്ച്. വീണ്ടും ഞാൻ അവളെ കണ്ടു. ഒരു രാത്രി അവരെന്നെ കാണാൻ ക്വാർട്ടേഴ്സിലേക്ക് വരികയായിരുന്നു. സാറിനോടൊരു വലിയ കടപ്പാടുണ്ട്. അതിന് നന്ദി പറയാനാ ഞങ്ങൾ വന്നത്. മിനിസ്റ്റർ വാക്ക് തന്ന അനുസരിച്ചാണ് അന്ന് കൊടുക്കാമെന്ന് ഉറപ്പ് കൊടുത്തത്. പിന്നെയാണ് കാര്യങ്ങൾ കീഴ്മേൽ മറിഞ്ഞത്. ട്രഷറി നിയന്ത്രണം സാറും പത്രത്തിൽ വായിച്ചു കാണുമല്ലോ. ഞാൻ ആകെ അങ്കലാപ്പിലായി. ആദ്യമായിട്ടായി ഇങ്ങനൊരു ക്രിട്ടിക്കൽ സിറ്റുവേഷൻ. പക്ഷെ ഇവൾ എനിക്ക് ധൈര്യം തന്നു. എന്തെങ്കിലും വഴി ദൈവം കാണിച്ചു തരുമെന്നും പറഞ്ഞ്. ഒട്ടും പ്രതീക്ഷിക്കാതിരിക്കുമ്പോഴാ മഹാലക്ഷ്മി ബാങ്കിന്റെ മാനേജർ 19 ഓടി തരാമെന്ന് ഇങ്ങോട്ട് തന്നെ വിളിച്ചു പറഞ്ഞത്. സാറ് തന്ന ആ ഒരു ദിവസത്തെ അവധി ഞങ്ങളുടെ മാനമാക്കാത്തത് ഒക്കെ ഇവളുടെ പ്രാർത്ഥനയുടെ ഫലമെന്നാ ഇവളുടെ അവകാശവാദം. പ്രശ്നം സോൾവ് ചെയ്തതിന്റെ എല്ലാ ക്രെഡിറ്റും അങ്ങനെ ഇവള് തട്ടിയെടുത്തു. തമാശയായിട്ടാണ് പറഞ്ഞതെങ്കിലും സത്യം അത് തന്നെയാ. എന്റെ എല്ലാ ഉയർച്ചയ്ക്കും കാരണം ഇവളാ. ഞാനൊരു ഭാഗ്യവാനാ സാറേ, എന്തിനും ഏതിലും. നീ തന്നെ അതങ്ങോട്ട് എടുത്ത് കൊടുക്ക്. എന്താ ഇത്? കൊണ്ടോടി ഫ്ലാറ്റ്സിന്റെ മോഡലാ. ഞങ്ങളുടെ അടുത്ത പ്രസ്റ്റീജിയസ് പ്രോജക്റ്റ് അടുത്ത ആഴ്ച അനൗൺസ് ചെയ്യും. കൊണ്ടോടിയുടെ ഗുഡ്വിൽ കാത്തു സൂക്ഷിക്കാൻ സഹായിച്ചതിന് ആദ്യത്തെ മോഡൽ സാറിന് തന്നെ ഇരിക്കട്ടെ. താങ്ക് യു സർ. എന്നാ ഞങ്ങൾ ഇറങ്ങട്ടെ. ദേവരുടെ മാനം ഒരൊറ്റ നിമിഷം കൊണ്ട് ചവിട്ടി അരച്ച് കടന്നുപോയവൾ എന്റെ അച്ഛന്റെ മരണത്തിന് ഉത്തരവാദി. ജീവിതകാലം മുഴുവൻ ഞാൻ ഒറ്റയാനായി ജീവിക്കാൻ കാരണക്കാരി. അവൾ ഇനി സന്തോഷിക്കരുത്. മഹാലക്ഷ്മി ബാങ്ക് മാനേജറല്ലേ? ഞാൻ പോലീസ് കമ്മീഷണർ. 19-ാം തീയതി ജാമ്യമില്ലാത്ത വാറണ്ടിൽ അറസ്റ്റിലാകാൻ പോകുന്ന മിസ്റ്റർ മഹേന്ദ്രന് എന്ത് ഉറപ്പിന്മേലാണ് നിങ്ങൾ ഇത്രയും വലിയ തുക ഓവർ ഡ്രാഫ്റ്റ് ആയിട്ട് കൊടുക്കുന്നത്? അങ്ങനെ പറയല്ലേ സാർ. ഓടി തരാമെന്ന് സാർ വാക്ക് തന്നിരുന്നല്ലേ. പ്ലീസ് സഹായിച്ചേ പറ്റൂ. ആര് പറഞ്ഞു? അയാൾ നമ്മളെ ചതിച്ചു. ആ കമ്മീഷണർ. മിസ്റ്റർ മഹേന്ദ്രൻ അറസ്റ്റ് വാറണ്ട് ഉണ്ട്. വിളിക്കേ, ഇല്ലെങ്കിൽ ഞങ്ങൾക്ക് അകത്ത് കയറി പിടിച്ചിറക്കേണ്ടി വരും. സാറ് പ്രതികാരം ചെയ്യുകയാണല്ലേ? യെസ്, യു ആർ കറക്റ്റ്. കൊണ്ടോടി മഹേന്ദ്രന്റെ മാനം ഒരു ചില്ലുകൊട്ടാരം പോലെ തകരുന്നത് ഈ നാട്ടുകാരൊക്കെ കാണണം. എന്തുകൊണ്ടും ഭാഗ്യവാനായ മഹേന്ദ്രൻ കൊണ്ടോടിയുടെ ഭാര്യയ്ക്ക് അത് കാണാനും ഭാഗ്യമുണ്ട്. വിളിക്കുന്നുണ്ടോ അതോ? പ്ലീസ് വെയിറ്റ്. Come on, follow me. Come. Nundu konchu moli podu. Come, go there. ബാംഗ്ലൂരിൽ നിന്ന് ദിനേശൻ ഇങ്ങോട്ട് വിളിച്ചിരുന്നു എന്ന് പറഞ്ഞു. ഹലോ 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 ഹലോ. മിസ്റ്റർ കമ്മീഷണർ, നാട്ടുകാരുടെ മുമ്പിൽ കരുതേച്ച് കാണിച്ച് ഞങ്ങളെ അപമാനിക്കാനുള്ള നിങ്ങളുടെ ഉദ്ദേശം നടക്കില്ല. പക്ഷെ ഒന്നോർത്തു, എന്നെങ്കിലും എന്റെ മക്കൾ
അന്ന് ഞാൻ കമ്മീഷണർ ഉദ്യോഗം റിസൈൻ ചെയ്ത് മടങ്ങിപ്പോന്നു. നിങ്ങൾക്കറിയോ, നിങ്ങൾ കാരണം മനസ്സിന്റെ സമനില തെറ്റിയ ഒരു കുഞ്ഞനീത്തിയുണ്ട് എനിക്ക്. എന്റെ പ്രാർത്ഥന കൊണ്ട് മാത്രം എനിക്ക് അവളെ പഴയ നിലയിലേക്ക് തിരിച്ചു കിട്ടിയത്. ഇനിയൊരാഘാതം കൂടെ താങ്ങാൻ ആ കുഞ്ഞു മനസ്സിനാവില്ല. അതുകൊണ്ട് മാത്രം. ദിനേശൻ പ്രതികാരം ചെയ്യാനല്ല ഈ നാട്ടിലേക്ക് വന്നതെന്ന് ഇപ്പോഴെങ്കിലും പെരിയപ്പയ്ക്ക് മനസ്സിലായല്ലോ. അന്ന് അവരോട് അല്പം ദയ കാണിച്ചിരുന്നെങ്കിൽ ദിനേശനും പെങ്ങളും അനാഥരാവില്ലായിരുന്നു. അല്ലേ പെരിയപ്പ? അവൻ ഇത് ഇവിടെ പോയി കിടക്കുക. വരുന്നുണ്ട്. ഞങ്ങൾ ഇവിടെ കാത്തു നിൽക്കാൻ തുടങ്ങിയിട്ട് കുറെ നേരമായി. നിന്റെ ഞൊണ്ടി നടത്തോ അഭിനയമൊക്കെ ഏറ്റു ദിനേശ. ചിന്നപ്പത്തേവരുടെ മനസ്സ് മാറി. ഈ സ്ഥലവും വീടും ചിന്നപ്പത്തേവർ തന്നെ അങ്ങ് എടുത്തു. 15 ലക്ഷവും കൂടാതെ 50,000 രൂപ കഷ്ടനഷ്ടങ്ങൾക്കെന്ന് പറഞ്ഞ് അധികവും തന്നു. കണ്ണടച്ചു തുറക്കും മുമ്പ് ഒക്കെ അങ്ങോട്ട് നടന്നു. അത് സുന്ദരി അത്രയും നിർബന്ധം പിടിച്ചോണ്ടായിരിക്കും, സംശയമില്ല. എത്രയും പെട്ടെന്ന് ഇവിടുന്ന് ഇറങ്ങിക്കൊടുക്കണമെന്നുള്ള ഒറ്റ കണ്ടീഷനെ അയാൾ പറഞ്ഞുള്ളൂ. തേവർക്ക് ഇത് മറ്റാർക്കോ മറിച്ചു വിൽക്കാനാ. ഏതായാലും അളിയന്റെ പ്രശ്നം ഒതുങ്ങിയല്ലോ, അത് തന്നെ വലിയ കാര്യം. ഞങ്ങള് കട്ടപ്പനയ്ക്ക് തന്നെ തിരിക്കാൻ തീരുമാനിച്ചു. അമ്മാവനും ജാനും ഒക്കെ വണ്ടിയിലിരിക്കുക. പിന്നെ ദിനേശന്റെ കാശിന്റെ കാര്യം മറന്നതല്ല. എത്ര തർക്കിച്ചിട്ടും 15-ൽ കൂടുതൽ തരാൻ തേവർ തയ്യാറായില്ല. ഞങ്ങൾക്കാണെങ്കിൽ ഇങ്ങനെ ത്രിശങ്കു സ്വർഗത്തിൽ അധിക നാൾ നിൽക്കാനും പറ്റില്ലല്ലോ. അതുകൊണ്ട് ഞങ്ങളൊരു വഴി കണ്ടിട്ടുണ്ട്. ദിനേശൻ ഞങ്ങളുടെ കൂടെ വരുന്നു കട്ടപ്പനയ്ക്ക്. ഒരു 5 ഏക്കർ സ്ഥലം പാട്ടത്തിനെടുത്ത് കൃഷി ചെയ്യുന്നു. മാസത്തിലൊരിക്കൽ പാലക്കാട് കോൺവെന്റ് സ്കൂളിൽ വന്ന് അനിയത്തിയെ കാണുകയും ചെയ്യാലോ. ആഞ്ഞു പിടിച്ചാൽ 5 ലക്ഷം ഒപ്പിക്കാൻ അധികം സമയമൊന്നും വേണ്ട. ഞാൻ എങ്ങോട്ടും ഇല്ല. നിങ്ങളുടെ നല്ല മനസ്സിന് നന്ദിയുണ്ട്. പിന്നെ എന്റെ 5 ലക്ഷം രൂപയുടെ കാര്യം അച്ഛൻ എനിക്കും അനിയത്തിക്കും ബാക്കി വെച്ചത് അതാ. അത് കിട്ടാനൊരു ശ്രമം നടത്തി നോക്കിയേ ഉള്ളൂ. എനിക്കതിൽ വലിയ വിഷമമൊന്നുമില്ല. ഞങ്ങളുടെ എല്ലാവരുടെയും അനിയനെ പോലെയാണ് നീ. നിനക്ക് ഞങ്ങളുടെ കൂടെ വന്നൂടെ? നിന്റെ എല്ലാ കാര്യങ്ങളും ഞങ്ങൾ ഏറ്റു. വേണ്ട വാസട്ടാ, എന്റെ വഴി വേറെയാ. കുറച്ചു കാലം ഒരുമിച്ചുണ്ടായിരുന്നല്ലെങ്കിലും ഒരു ജന്മം മുഴുവൻ ഒരുമിച്ചുണ്ടായിരുന്ന പോലെ എനിക്ക്. ஹலோ, நான் சிங்கநல்லூர் முத்து பேசுறேன் ஐயா. சுந்தரி அம்மா இருக்காங்களா? என்ன விஷயம்? இப்பதான் அந்த தினேஷனை கையில கிடைச்சது இங்க மீனாட்சிபுரம் பஸ் ஸ்டாண்ட்ல. அப்ப தினேஷன் அவரோட கூட പോയില്ലേ? അവനെ ഇവിടുന്ന് ഓടിക്കാനാ പാതി സ്ഥലം എന്റേതായിരുന്നിട്ടും നഷ്ടം സഹിച്ച് വലിയ വില കൊടുത്ത് ആ കേരള ഹൗസ് ഞാൻ വാങ്ങിയത്. நான் என்ன செய்யணும் ஐயா? விட்டுறலாமா? வேண்டாம். அவனொന്നും இந்த உலகத்துல உயிரோடு இருக்க கூடாது. அந்த பொறுக்கி ராஸ்களை கொன்னு குழிச்சு போடுறா. அதுக்கு என்ன வேணும்? ഞാൻ തരാം. ഇപ്പൊ ഞാനൊക്കെ വരും. അവന്റെ ശവം കാണാം. ഹലോ ഹലോ ഹലോ, അപ്പാക്ക് ശവം കാണണം, അത്രയല്ലേ ഉള്ളൂ.
എങ്ങനെ ഇവിടെ തിരിച്ചെത്തിന്നാണല്ലേ? പാതി വഴിക്കിട്ട് തേവരുടെ ആൾക്കാർ തടഞ്ഞു. തിരിച്ചു വരണം, കേരള ഹൗസ് നിങ്ങളുടേതാണ് എന്ന് നിർബന്ധം പിടിച്ചു. ദിനേശന്റെ അച്ഛന്റെയും അമ്മയുടെയും കഥകൾ അറിഞ്ഞപ്പോ അതിന് പരിഹാരമായിട്ടാണെന്ന് പറഞ്ഞപ്പോ പിന്നെ ഞങ്ങളൊന്നും ചിന്തിച്ചില്ല, നേരെ ഇങ്ങോട്ട് തിരിച്ചു. എന്തായാലും പെങ്ങളുടെ കാര്യം ഒളിപ്പിച്ചു വെച്ചത് ശരിയായില്ല. അറിയാമായിരുന്നെങ്കിൽ നിന്നെ ഒറ്റക്കാക്കി ഞങ്ങൾ പോയില്ലായിരുന്നു. ഒരു കൂട്ടം ജനങ്ങളാ നിന്നോട് ക്ഷമ ചോദിച്ചു നിൽക്കുന്നത്. തേവർമാർക്ക് വേണ്ടി അവരുടെ അനന്തരാവകാശിയാണ് വന്നിരിക്കുന്നത്. ചെയ്തു പോയ തെറ്റുകൾക്ക് പ്രായശ്ചിത്തം ചെയ്യാൻ. ആ, നമ്മുടെ വീടിന്റെ പേര് ഞാൻ അങ്ങോട്ട് മാറ്റി. കൊണ്ടന്നേ ദാ. ആ, ഭാരത ഹൗസ് ഉടൻ വിൽപ്പനയ്ക്കാ? തെറ്റി. അയ്യോ തെറ്റി. ഇപ്പൊ ശരിയാക്കാം. ഇവനെപ്പോ എഴുതാൻ പഠിച്ചു? ഇപ്പൊ എങ്ങനെയുണ്ട്? ഉടൻ വിൽപ്പനയ്ക്കില്ല.